ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക, വിട്ടേക്കുക. അപ്പോൾ റീഡിങ് നടക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്, എന്ത് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനായിട്ട് പോകുന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്, രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ ഇനി വരാനായിട്ട് പോകുന്നത്. അതുപോലെ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ഇതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്ന ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി അടുത്ത് വരാനായിട്ട് പോകുന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന ദ ഹൈ പ്രിസ്റ്റസ് കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഒത്തിരി നാളുകൾ തന്നെ ആയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഫീലിങ്സ് ഇതാണ്: ഇനിയും ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതോ മൂവ് ഓൺ ചെയ്യണമോ, ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി നാളുകളായിട്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വെയിറ്റിംഗ് ഗെയിം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് ഈ ഒരു പേഴ്സണിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. മേ ബി ഈ വ്യക്തിക്ക് നിങ്ങൾ ഒത്തിരി മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കോൾ ചെയ്യുന്നുണ്ടാകാം. അപ്പോഴെല്ലാം അവർ നിങ്ങളെ പല രീതിയിലും അവഗണിക്കുന്നതായിട്ട് കാണുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അല്ല പ്രതീക്ഷകൾ എല്ലാം എൻഡായി പോയതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നതെന്നാണ് നമുക്ക് ഈ കാർഡിലൂടെ കാണാനായിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഡ്രീംസിൽ ഈ ഒരു വ്യക്തിയെ കാണുന്നുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾ ഡ്രീം കാണുന്നുണ്ടാകാം. ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാകാം. അതെല്ലാം ഈ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ആണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, എങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒത്തിരി പേര് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു, അതിനൊരു നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം, ഈ ഒരു നിമിഷം വരെയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സഫലമായി കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഡെഫിനറ്റ്ലി അത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പം ലൈഫിൽ നിങ്ങൾ ആ വ്യക്തിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ പോലും ആ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ കൈ വിടില്ല, ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാനായിട്ട് സമ്മതിക്കില്ല എന്നതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ അവരുടെ ഒരു ലൈഫിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു സ്പിരിച്വൽ റീയൂണിയൻ നിങ്ങൾ തമ്മിൽ സംഭവിക്കുന്നതായിട്ട്
നമുക്ക് കാണാൻ പറ്റുന്നു. മേ ബി അത്തരം ഒരു ഇൻറ്റ്യൂഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ ആയിരിക്കാം നിങ്ങൾ ഡ്രീംസ് കാണുന്നുണ്ടാവുക. അത്തരം ഡ്രീംസ് കണ്ടവർ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ തന്നെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് മുന്നോടിയായിട്ട് പല യൂണിവേഴ്സൽ സയൻസും നിങ്ങൾ കാണുന്നുണ്ടാകാം. ഗ്രീൻ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളറിനോടൊക്കെ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടാകാം. അതുപോലെ തന്നെ നമ്പർ 2 അല്ലെങ്കിൽ 222 ഇതൊക്കെ ഒരു സ്പിരിച്വൽ റീയൂണിയനെയാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ള ഗോൾഡൻ കളറിനോടും ഗ്രീൻ കളറിനോടൊക്കെ അട്രാക്ഷൻ തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ 222 എന്ന് പറയുന്ന നമ്പർ എപ്പോഴും തന്നെ കാണുന്നുണ്ട്, ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു റീയൂണിയൻ പോസിബിലിറ്റീനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ 111 അതുപോലെ തന്നെ ഇതൊക്കെ കാണുന്നതും ഏഞ്ചൽ മെസ്സേജസ് ആണ്. അതൊക്കെ തന്നെയും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനായിട്ട് പോകുന്ന വലിയ മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡുകൾ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായും വെയിറ്റ് ചെയ്തു കൊള്ളുക എന്ന് തന്നെയാണ് പറയുന്നത്. അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളില്ലാത്ത സമയത്ത് അവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തി പോയല്ലോ എന്നതിനൊക്കെ ഓർത്ത് അവർ സങ്കടപ്പെടുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് നിങ്ങൾക്കായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഭാഗത്തുള്ള ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. മെസ്സേജസ് from the universal side. Universal messages for you. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ വീണ്ടും നമുക്കിവിടെ ചാരിയറ്റ് കാർഡിലൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്, ഇതിൽ തുടരണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഡെത്ത് കാർഡിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ എൻഡ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്യുകയാണ്. അതായത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകുന്ന ഒരു സമയമായിരുന്നു ഇത്രയും നാൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് യൂണിവേഴ്സൽ ഡിസിഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളത് സ്വീകരിക്കുക. നിങ്ങളിലേക്ക് വരുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക എന്ന ഒരു യൂണിവേഴ്സൽ മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയോ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പിക്ചർ തന്നെ മാറിപ്പോവുകയാണ്. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയുക. ഈ ഒരു സാഹചര്യത്തിലേക്ക് സ്നേഹം വന്നു ചേരുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ നമുക്കിവിടെ ഏസ് ഓഫ് വാൻസ് കിട്ടിയിരിക്കുന്നു, ഫയർ എനർജി തന്നെയാണ്. അപ്പോൾ ഒരു സ്നേഹം വന്നു ചേരുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അത്രയധികമായിട്ടുള്ള ഒരു ലവ് എനർജിയാണ് ഇപ്പോൾ ഫ്ലോ ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണുക, നിങ്ങൾ മനസ്സിലാക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾ പലരും വളരെ സന്തോഷകരമായിട്ട് ഒത്തിരി ഡ്രീംസ് ഒക്കെ കാണുന്നുണ്ടാകാം. അപ്പോൾ ഇല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അത്തരം ഡ്രീംസുകൾ ഉണ്ടാകും. ആ ഒരു ഡ്രീംസിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ സാക്ഷാത്കരിക്കപ്പെടും. അത് നിങ്ങൾക്ക് നടന്ന് കിട്ടും. നിങ്ങൾക്ക് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഫലം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ്, യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള സോൾ മെസ്സേജസ് ജസ്റ്റ് ഒന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്. യെസ്, നമുക്കിവിടെ ഓൾറെഡി റീഡിങ്ങുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഏത് ദിവസമാണോ നിന്നെ ഞാൻ കണ്ടുമുട്ടിയത് ആ ദിവസം മുതൽ എൻ്റെ ലൈഫ് ചേഞ്ചായി, എൻ്റെ ലൈഫിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത്.
അതുപോലെ തന്നെ ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. യെസ്, അവർ നിങ്ങളോട് എന്തെങ്കിലും മോശമായ രീതിയിലോ ഹർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്കുകളൊക്കെ തിരിച്ചെടുക്കണമെന്ന് അവർ ഈ ഒരു സമയത്ത് തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിച്ചു പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. യെസ്, അവർ ഈ ഒരു സമയത്ത് ട്രൈ ചെയ്യുന്നുണ്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പുതിയ രീതിയിലൊക്കെ അവരുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഞാൻ ഒരിക്കലും എൻ്റെ പ്രോബ്ലംസ് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ആ വ്യക്തി ഈ ഒരു സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ദൈവം എനിക്ക് നൽകിയ ആ ഒരു ഗിഫ്റ്റിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് നീയാണ് എന്നവർ പറയണം. യു ആർ മൈ ടിൻ ഫ്ലെയിം. യെസ്, എൻ്റെ ഒരു ടിൻ ഫ്ലെയിം ആണ് നീ എന്ന് ആ വ്യക്തി ഈ ഒരു സമയത്ത് തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇത്രയും സോൾ മെസ്സേജസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലോസ് ജസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലോസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ്പെക്ട് മിറാക്കിൾസ്. യെസ്, അത് തന്നെയാണ്, മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് റീഡിങ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് ആണ് വീണ്ടും നമുക്ക് കിട്ടുന്നത്. ഒരു അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം. യെസ്, വീണ്ടും ആ ഒരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് കോട്ടയം ജില്ലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ലോങ് ഹെയർ ഉള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ അക്കൗണ്ടന്റ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അക്കൗണ്ടിങ് ജോബൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ സാമ്പത്തികപരമായ ജോലികളൊക്കെ ചെയ്യുന്നത് പഠിക്കുന്നതൊക്കെ വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. 1988 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്പർ 8 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്പർ 10 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 53 എന്ന് പറയുന്ന ഒരു നമ്പറും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1994 എന്ന് പറയുന്ന ഒരു വർഷമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഈ ഒരു തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ആകാം. അല്ലെങ്കിൽ ഈ ഒരു ട്രിവാൻഡ്രം ജില്ലയുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലുമൊക്കെ ഈ റിലേഷൻഷിപ്പിന് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അപ്പം മ്യൂസിക്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കം തന്നെ ചിലപ്പോൾ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. മ്യൂസിക് വഴിയായിരിക്കാം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിക്കുന്നു. അല്ലെങ്കിൽ രണ്ടുപേർക്ക് മ്യൂസിക് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ടുഡേ, യെസ്, ഇന്ന്, ഇതൊരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 48 hours, യെസ്, വീണ്ടും നമുക്കൊരു പോസിബിലിറ്റി, 2 പോസിബിലിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇന്നോ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിലോ ഒക്കെ വിളിക്കാനോ മെസ്സേജ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കാണുന്നുണ്ട്. 58 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1990 എന്ന് പറയുന്ന ഒരു വർഷവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഈ ഒരു ഏഞ്ചൽ നമ്പർ കാണുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാകാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്ലൂസിലൂടെ ഈ ഒരു ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. 222 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ ഒരു റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.